ഹായ്. തിരുവനന്തപുരത്ത് തോന്നിക്കൽ ഒരു കവിയുടെ കൂടെ. വന്നിരിക്കുന്നത് ഇദ്ദേഹമാണ് ശരത്ചന്ദ്രലാൽ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം വളരെ ചെറിയ പ്രായത്തിലെ കവിത എഴുതി തുടങ്ങി. ഏകദേശം 18 വയസ്സ് മുതൽ കവിത എഴുതി കേരളവും മനോരമയിലും ഒക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അന്ന് മുതൽ പ്രമുഖരുമായിട്ടൊക്കെ അദ്ദേഹം സംവദിക്കുന്നുണ്ട്. ഇദ്ദേഹമാണ് ശ്രീ ശരത്ചന്ദ്രലാൽ. നമസ്കാരം ചേട്ടാ. ചേട്ടൻ്റെ സാഹിത്യ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ കാവ്യ വൃത്തിയെ ഒന്ന് വിശദീകരിച്ചാൽ വേണ്ടില്ല. കാലം മുതലേ കവിത എഴുതി തുടങ്ങി. കാരണം വീട്ടിൽ ധാരാളം പുസ്തകങ്ങളും വായിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, ക്ലാസിക് കൃതികൾ ഉൾപ്പെടെയുള്ള പുസ്തകങ്ങൾ. അപ്പോൾ അതെല്ലാം ഇങ്ങനെ വായിച്ചു കഴിഞ്ഞ് അത് ശങ്കരാചാര്യരെ പോലുള്ളവരുടെ വിവേകാനന്ദൻ സാഹിത്യം, എഴുത്തച്ഛൻ്റെ ഇതെല്ലാം വായിച്ചു കഴിഞ്ഞപ്പം ജീവിതത്തെക്കുറിച്ചൊരു ഉൾക്കാഴ്ചയുണ്ടായി. അപ്പോഴേ ഇങ്ങനെ കുട്ടിക്കാലം മുതലേ ജീവിതത്തെക്കുറിച്ച് നോക്കി കാണാനും പഠിക്കാനും ഒക്കെ ശ്രമിച്ചു. അങ്ങനെ കവിത ആണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കവിത, ആശാൻ്റെ കവിതയും ചങ്ങമ്പുഴ, ഇതൊക്കെ കവിതയുടെ ഒരു ഡിക്ഷൻ ഉള്ളിൽ കടന്നു. അങ്ങനെ കവിത എഴുതി തുടങ്ങി. പക്ഷെ ആദ്യമൊന്നും എഴുതിയതൊന്നും ആരെയും കാണിച്ചിരുന്നില്ല. പിന്നീട് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്താണ് പലരും സുഹൃത്തുക്കളൊക്കെ പറഞ്ഞതനുസരിച്ച് കേരളമതിയിലേക്കും, ആദ്യം വീട്ടിൽ വരുത്തിയിരുന്ന കേരളമതിയാണ്. അപ്പം കേരളമതി വീക്കെൻഡിൽ കവിതയും കഥയും എല്ലാം ഉണ്ടായിരുന്നല്ലോ. അപ്പം അങ്ങനെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞതനുസരിച്ച് കേരളമതിയുടെ അഡ്രസ്സ് തപ്പിപ്പിടിച്ച് കേരളമതി വീക്കെൻഡിലേക്ക് കവിത അയച്ചു കഴിഞ്ഞ് മറുപടിക്കുള്ള കത്തും വെച്ചിരുന്നു. അപ്പോൾ അന്നത്തെ പത്രാധിപർ ഒരു കത്തയച്ചു, നിങ്ങളുടെ കവിതകൾ കിട്ടി, അതൊരു 1-2 പ്രസിദ്ധപ്പെടുത്താം, കവിത ഇഷ്ടപ്പെട്ടു. പക്ഷേ നോക്കിയിരുന്നു, 1-2 ആഴ്ച കാത്തിരുന്നു, കൊടുത്തതിന് ശേഷം കാത്തിരുന്നു. അപ്പോൾ അത് കാണാത്തതുകൊണ്ടുള്ള ഒരു വിഷമമുണ്ടായി. ക്ലാസ്സിന് പോയപ്പം ഒരു സുഹൃത്ത് പറഞ്ഞു, നിങ്ങളുടെ ഒരു കവിത കേരളമതിയിൽ വായിച്ചല്ലോ, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര അത്ഭുതം തോന്നി. അപ്പോൾ പോലും താങ്കൾ അറിഞ്ഞില്ല? അല്ല, ഞാൻ അറിഞ്ഞില്ല. ആദ്യത്തെ കവിത വേറെ ഒരാളാണ് അച്ചടിച്ച് വന്നത് ആദ്യം കണ്ടത്. അന്നൊരു പത്രത്തിലൊരു കവിത അടിച്ചു വരിക എന്നുള്ളത് എഴുതി തുടങ്ങുന്ന ഒരാളിന് വലിയൊരു അഭിമാനവും സന്തോഷവുമാണ്. അങ്ങനെ പിന്നീട് ഉച്ചയ്ക്ക് തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോഴാണ് പത്രം കണ്ടുകൊടുന്നൊരു പത്രം വാങ്ങിച്ചതും. അതൊരു പ്രോത്സാഹനമായി. അന്നത്തെ പത്രാധിപരാണ് ആർ സുഗതൻ എന്നൊരാളായിരുന്നു കേരളത്തിലെ പത്രാധിപർ. എല്ലാ കവിതകളും പ്രസിദ്ധപ്പെടുത്തി. ചിത്രകവിത ചേട്ടൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെങ്ങനെയാണ് അത് തുടങ്ങിയത്? അത് കവിത വായനക്കാർ കുറഞ്ഞടിച്ച് പുതിയ ഒരുപാട് പേര് വന്നപ്പോൾ കവിത അതിൽ നഷ്ടപ്പെട്ടു പോയി. അപ്പോഴാണ് എനിക്കൊരു ആശയം തോന്നി, ചിത്രത്തിൻ്റെ സഹായത്തോടു കൂടി കവിത അവതരിപ്പിച്ചാൽ എന്ത്. കവിത ആ ചിത്രത്തിൽ തന്നെയാണ് കവിതയുള്ളത്. അതിൻ്റെ ഒരു ക്യാപ്ഷൻ മാത്രം കൊടുക്കും. അടിക്കുറിപ്പ് വായിക്കുമ്പം ചിത്രത്തിലെ കവിത നമ്മളിലേക്ക് വരുന്നു. അത് ഇതുവരെ ആരും ചെയ്തിട്ടില്ലാത്ത ഒരു പരീക്ഷണമാണ്. അപ്പോൾ അതിനൊരുപാട് വിജയിച്ച് ഒരുപാട് എക്സിബിഷൻ നടത്തി. കനകക്കുന്ന് കൊട്ടാരത്തിൽ ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് സർക്കാർ തന്നെ നടത്തി 2 പ്രാവശ്യം. ഇപ്പം എത്രത്തോളം രചനകൾ നടത്തിയിട്ടുണ്ടാകും ചേട്ടൻ? കവിതയോ? അത് കവിത അത് പറയാൻ പറ്റില്ല. ഒരുപാട് എഴുതിയിട്ടുണ്ട്. 18 വയസ്സിലേ തുടങ്ങിയതല്ലേ? അന്നേ 18-ന് മുമ്പേ ഒക്കെ തുടങ്ങി. പ്രസിദ്ധപ്പെടുത്തി തുടങ്ങിയത് 16-17 വയസ്സുള്ളപ്പോഴാണ്. അപ്പോഴങ്ങനെ പിന്നിപ്പോൾ പഞ്ചതന്ത്രം ഭയങ്കര പ്രസിദ്ധമായിട്ട് നിൽക്കുന്നു. പഞ്ചതന്ത്രം 5 വോളിയം കണ്ട് ഇറക്കിയായിരുന്നു. പഞ്ചതന്ത്രം ഗദ്യത്തിൽ ധാരാളം വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഗദ്യം മാത്രം വായിച്ചാൽ കഥ പറഞ്ഞു പോകും, അത് ഉള്ളിൽ കിടക്കില്ല. അതിൻ്റെ ആശയങ്ങൾ കവിതയായിട്ട് വന്നാൽ, ചില കാര്യങ്ങൾ കവിതയായിട്ട് വായിച്ചാൽ അത് ഉള്ളിൽ പഠിക്കണം. കുട്ടികളും മുതിർന്നവരും ഒക്കെ ഇത് ഉൾക്കൊള്ളണം, പഠിക്കണമെന്നുള്ള ഒരു ആഗ്രഹം തോന്നി വരുന്നത്. അപ്പം അന്ന് പ്രൊഫസർ എൻ കൃഷ്ണപിള്ള സാറിൻ്റെ പ്രോത്സാഹനത്തോടു കൂടിയാണ് തന്ത്രം എഴുതിയത്. കാരണം ചില ആശയങ്ങൾ, ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം, കാരസ്കരത്തിൻ ഗുരുപാലിലിട്ടാൽ കാലാന്തരെ കയ്പ് ശമിപ്പതുണ്ടോ. അപ്പം അങ്ങനെയൊക്കെയുള്ള ചില ആശയങ്ങൾ കവിതയിലൂടെ പറഞ്ഞാലേ ഇത് മനസ്സിൽ തങ്ങി നിൽക്കുകയുള്ളൂ. ഗദ്യമായിട്ട് പറഞ്ഞാൽ നമ്മൾ കഥ പറഞ്ഞ് വായിച്ചു പോകുന്നു. അതുകൊണ്ടാണ് ആ ഒരു പഞ്ചതന്ത്രം എന്തുകൊണ്ടത് എഴുതിക്കൂടാ എന്ന് തോന്നി. ആദ്യ ഭാഗം എഴുതി കൃഷ്ണപിള്ള സാർ എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ച് അദ്ദേഹം അവതാരം എഴുതി.
പിന്നെ ONV ONV സാറുമായിട്ടൊക്കെ നല്ല കണക്ഷൻ. എല്ലാ എല്ലാവരും കവികളുമായിട്ടും അതിനെ അവരെ എല്ലാം പ്രോത്സാഹിപ്പിച്ച് അവരുടെ പ്രോത്സാഹനം ഉഷാറാണെന്നും പുതിരി സാർ അങ്ങനെ അവരുടെ എല്ലാം പ്രോത്സാഹനവും ഉണ്ടായിരുന്നുകൊണ്ടാണ് അത് മുഴുവൻ എഴുതി തീർക്കാൻ പറ്റി. 5 ഭാഗം എഴുതി അതൊരു വലിയ കാര്യത്തിൽ 5 ഭാഷാവൃത്തങ്ങളിലാണത് വന്നത്. നമ്മുടെ മുരളിച്ചേട്ടൻ്റെ പിതാവ് മുതല് മുതല് ഒരു കവിത്വമുള്ള ഒരു വ്യക്തിയായിരുന്നു ഇലന്തൂർ രാഘവൻ. അദ്ദേഹത്തിൻ്റെയൊക്കെ തുടർന്ന് ചേട്ടനും അതേപോലുള്ള ആ കാവ്യശക്തി വന്നു. അത് നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോയി. അത് പ്രസിദ്ധനായി. ചേട്ടനെ അറിയാവുന്ന ഒരു സർക്കിളിൽ നല്ലതായിട്ട് അറിയാം. മിക്ക കവികളുമായും ചേട്ടന് നല്ല ബന്ധമുണ്ട്. സുമതി അമ്മയാണ് അദ്ദേഹത്തിൻ്റെ അമ്മ. ഇത്രയും തൽക്കാലം ഈ എപ്പിസോഡിൽ ഞാൻ ചേട്ടനെ കുറിച്ച് പറഞ്ഞുകൊള്ളുന്നു. ഇദ്ദേഹത്തിൻ്റെ വർക്കുകളെ കുറിച്ചൊക്കെ കൂടുതലായി നമ്മളൊരു വീഡിയോ അടുത്ത് ചെയ്യുന്നു.